നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിൽക്കുന്ന സ്ഥലം ചെമ്പൂർ എന്നാട്ടോ പറയുക. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറടയ്ക്കടുത്ത് ചെമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഏകദേശം 50 വർഷത്തിന് പുറത്തായിട്ടുള്ള ബിനു ഹോട്ടൽ. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ്റെ അച്ഛനും അമ്മയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കടയാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കട. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മളെപ്പോഴും പറയും, ഈ വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുള്ള ഇടങ്ങളൊക്കെ അതേ രുചി തന്നെ ഇവിടെ ഈ പറയുന്ന നമ്മുടെ പുതിയ പരിഷ്കാര രുചികളൊന്നും എത്തിയിട്ടില്ല. പഴയ കാലത്തെ ആ രുചികളൊക്കെ തന്നെ ഊണും മീനും കൂടെ ചേർത്തിട്ട് 70 രൂപ. പിന്നെ ഈ വടകളൊക്കെ പ്രത്യേകിച്ച് അത് എടുത്തു പറയണം. കാരണം രാവിലെ മുതൽ ഈ പഴംപൊരിയും ഉള്ളിവടയും പരിപ്പ് വടയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പണികൾ ഉച്ചയാവാറായി, എന്നാലും അത് നിർത്തിയിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ അങ്ങനെ അത് നടക്കുന്നു. ഒരു 7 വിറകടുപ്പ് ഇങ്ങറ്റം തുടങ്ങി അങ്ങേറ്റം വരെ നിന്ന് കത്തുകയാണ്. അപ്പോൾ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര പഴമയുള്ള ഒരു ഇടം. അപ്പോൾ നല്ല കിടിലൻ ബീഫ് കറിയും കിട്ടും. അപ്പോൾ ചെറിയ പൈസയ്ക്ക് രുചികരമായ ഭക്ഷണം കിട്ടുന്ന മറ്റൊരു സ്ഥലം കൂടിയാണ് ബിനു ഹോട്ടൽ. അപ്പോൾ ഇനിയത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അകത്തുനിന്ന് കാണാം. ബാ. ചേട്ടാ, അച്ഛനും അമ്മയും കൂടി നടത്തിയ കടയല്ലേ? ചേട്ടാ ഏറ്റെടുത്തിട്ട് എത്ര നാളായി? 7 വർഷമായി. 7 വർഷമായി. കട മൊത്തത്തിൽ തുടങ്ങിയിട്ട് 50 വർഷത്തിന് മേലെയാവും. അപ്പൊ അന്നും ഈ പേര് തന്നെയാണ്? അന്ന് ഞാൻ കൊച്ചായിരുന്നു, അന്ന് അച്ഛൻ്റെ പേരിട്ട്. അങ്ങനെയാണ് ബിനു ഹോട്ടൽ ആയത്. അങ്ങനെ ഞാൻ പിന്നെ പേര് മാറിയില്ല. അവരുടെ ലാബിൽ തന്നെ ഇപ്പോൾ ഓടണം. അച്ഛനും അമ്മയും കൂടി ആയിരുന്നു. അച്ഛനും അമ്മയും. അപ്പൊ അവരുടെ പേരിലാണ് കട അറിയപ്പെടുന്നത്. മെയിനായിട്ട് ബീഫ്, ഊണ്, കപ്പ, ദോശ, അപ്പം, പൊറോട്ട. രാവിലെ മുതലുണ്ട്. രാത്രി 9 വരെ. രാവിലെ 6 മണിക്ക് തുറക്കും. രാവിലെ പൊറോട്ട, അപ്പം, ദോശ, എല്ലാ വേറെ പരിപാടിയാണ്. എന്റെ കൊച്ചു പ്രായത്തിലെ ഒരു ചായക്കട തന്നെ. അവിടെ തന്നെ. പിന്നെ അമ്മ പറയും ചെയ്യണം, നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മുട്ട് വരില്ലെന്നൊക്കെ അപ്പോഴും പറയും എൻ്റെ കൂടെ. ഇപ്പൊ അടുക്കളയിൽ ആളില്ലെങ്കിൽ ഇവിടെ നിൽക്കും, ചായ അടിക്കാൻ ആളില്ലെങ്കിൽ അവിടെ നിൽക്കും. അറിയാം. എല്ലാ ദിവസവും ഉണ്ട്. ഇല്ല. ഹർത്താലോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ മാത്രം. 70 രൂപ. ഊണും മീനും വറുത്തതും ബീഫ് 100 രൂപ. വലിയ പൈസക്ക് വല്ല അച്ഛൻ കൊണ്ടുപോയ പോലെ അവര് ആ ഒരു വില കൂടുതലൊന്നും കൂട്ടിയിട്ടില്ല. ഇപ്പൊ പറയുന്നത് ചെമ്പൂര് അല്ലേ? ചെമ്പൂര് ജംഗ്ഷൻ. ഊണ് കിട്ടി. അപ്പോൾ ഇത് കൂട്ടാണ്ട് ഇത്രയും ആയിട്ടുള്ള ഊണിനാണ് 70 രൂപ. ഇന്നിപ്പോൾ ഉള്ളത് നമ്മളെ പാമ്പാടാന്ന് പറയില്ലേ, വാള, അതാണ്. പിന്നെ അച്ചാറും തോരനും കിച്ചടിയും തീയലും ഉണ്ട്. ഇനി ഒഴിക്കാൻ സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ഇത് നമ്മൾ സ്പെഷ്യൽ മേടിച്ചത് ബീഫ് കറി. ഭയങ്കര ചൂട്. കപ്പയും കൂടി ഉണ്ട് കേട്ടോ. കപ്പ ഇപ്പോഴാണ് റെഡി ആയിട്ടുള്ളത്. എല്ലാം റെഡിയായി വരണേ ഉള്ളൂ. അവിടെ കുഴച്ച് വെച്ച കപ്പ. ബീഫിൻ്റെ ചാറ് ഒഴിച്ച് കഴിക്കാൻ പോവുക. മീനിൻ്റെ ചാറുണ്ട്. ഇവിടുത്തെ ബീഫ് കറി അടിപൊളിയാണെന്ന് എല്ലാവരും പറയണം. എന്തൊരു ചൂടാത്. അപ്പോൾ ഭയങ്കര ചൂട്. നമുക്കൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗീന, ചേച്ചിയുടെ പേര് സ്മിത. അപ്പോൾ ഇത് ആരാന്ന് വെച്ചാൽ, ഗീന എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഒരു 3 പിള്ളേരുണ്ടായിരുന്നല്ലോ. നമ്മളെപ്പോഴും പറയും നവീൻ സുഹൃത്താണ്. അപ്പം നവീനെ കണ്ടിട്ടുണ്ട്, 3 മക്കളെയും കണ്ടിട്ടുണ്ട്. നവീൻ്റെ വൈഫാണ് ഗീന. അപ്പം ഗീനയും ചേച്ചിയും ഒക്കെ എന്ന് വെച്ചാൽ ഇവിടെ ജനിച്ച് വളർന്നവരാണ്. അപ്പം ഇവരുടെ ഒരു കുട്ടിക്കാലം മുതൽ ഭക്ഷണം കഴിക്കാൻ കയറുന്ന അല്ലേ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ രുചി ഞാൻ പറയണ്ട, അവർ പറഞ്ഞുതരും. പറഞ്ഞു കൊടുക്കുക ഗീന. ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ ഈ കടയുണ്ട്. ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മ ഫസ്റ്റ് ഈ കട നടത്തിക്കൊണ്ടിരുന്നത്. നല്ല ഫുഡാണ്. പിന്നെ അതുകൂടെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ലേഡീസിന് 7th മന്തിൽ പലഹാരം കൊടുക്കത്തില്ലേ, അത് ഇവിടെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 7 മന്തിൽ കൊടുക്കത്തില്ലേ ഇവിടെ ചെയ്യിപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിലായിരുന്നാലും ഇവിടെയാണ് ചെയ്യിപ്പിച്ചത്. നല്ല പലഹാരമാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മകളാണ് അല്ലേ? നേരത്തെ പറഞ്ഞു ഇവർ പഠിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് ചായയും കടികളൊക്കെ മേടിച്ച് പോകുന്ന കഥകളൊക്കെ പറഞ്ഞു. അത്രയും അറിയണ 2 ആളുകൾ ഇവിടെ അവരുടെ നാട്ടിൽ വന്ന് വീഡിയോ എടുക്കുമ്പോൾ അവരെ കാണിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ആ രുചിയൊക്കെ തന്നെയാണോ എന്ന് നോക്കിയേ. ഊണ് കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇവിടെ നിന്ന്?
ഞാൻ ചോറും ബീഫും കൂടെ. ഇവർ പരിപ്പൊക്കെ ഒഴിച്ചു കിട്ടോ. ഞാനപ്പോൾ ഇത് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. സൂപ്പറാ. ഇത് ഒരാളൊന്നല്ല, 1-2 ആളുകൾ നമുക്ക് ഈ അടുത്ത കാലത്തും ഒരു 6 മാസം മുന്നേ വേറെ 2-3 ആളുകൾ കമൻ്റായിട്ട് ഒക്കെ ഇട്ടുന്നതാണ് ഈ കടയെ പറ്റിയിട്ട്. കാരണം ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഇന്നിപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു. സൂപ്പറാ. ബീഫ് അടിപൊളിയാണ്. ആവി ഉറക്കണണ്ട. നല്ല രസമുണ്ട് കേട്ടോ. മീൻ വറുത്തതുണ്ട്. മീനില്ലാതെ ആണെങ്കിൽ 50 രൂപയും മീൻ വറുത്തതോട് കൂടിയിട്ട് 70 രൂപ. ഇന്നിപ്പോൾ അതാ എല്ലാത്തും ചൂടായിട്ട് എനിക്ക് പിടിക്കാനാവുന്നില്ല. പാമ്പാടാന്ന് പറയും ഇവിടെ, അല്ല നമ്മൾ എറണാകുളത്ത്, ഇവിടെ വാളാന്ന് പറയും. ചേച്ചിയും പറ. പഴയ രുചിയൊക്കെയാണോ ചേച്ചി? അന്ന് അച്ഛനൊക്കെ ഉള്ള സമയത്തായിരിക്കും നിങ്ങൾ കൂടുതലും കഴിച്ചിട്ടുള്ളത് അല്ലേ? രുചിക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നല്ല സ്വാദുള്ള പലഹാരങ്ങളും ചെറിയ പൈസയ്ക്ക് ഊണും അടിപൊളി പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു എല്ലാത്തരം ഭക്ഷണവും കിട്ടുന്ന ഒരു സ്ഥലമാണ്, രാവിലെ മുതൽ രാത്രി വരെ. അപ്പോൾ ചെമ്പൂർ ലൊക്കേഷൻ അറിയാനൊന്നുമില്ല. ചെമ്പൂർ ഇവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്. ബാങ്കിനോട് ചേർന്ന് തന്നെ ഇരിക്കണ ഒരു കടയാണ്. അപ്പോൾ വിൻചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ ഗീന പറഞ്ഞ പോലെ ഈ ഡെലിവറി സംബന്ധമായിട്ടുള്ള പലഹാരങ്ങൾ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. സ്മിതേച്ചി, ഗീന, അപ്പോൾ ഒരു ടാറ്റ പറഞ്ഞല്ലേ. ബൈ. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.